അസ്സലാമലൈക്കും. ഞാൻ ഇജി. അപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉള്ള ദിവസം കേട്ടോ. അപ്പോൾ അതുപോലെ വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസം നോക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സും നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം നമ്മുടെ വീഡിയോ കാണുക കേട്ടോ. നിങ്ങളുടെ ഓർക്കിഡ് ചെടിയിൽ വല്ല ഡൗട്ട്സോ അതുപോലെ അതിൻ്റെ കെയറിങ്ങോ പോട്ടിങ്ങോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതെടുത്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതാക്കാം കേട്ടോ. നിങ്ങൾ തരുന്ന ലൈക്കും അതുപോലെ ഹൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളവർ ഹൈപ്പൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്കൊക്കെ ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതാണെന്ന് വെച്ചാൽ 1919 ആണ്. ബാസ്ഫോളിയറാണ്. ബാസ്ഫോളിയറിൻ്റെ 1919 അത്രയും നല്ലതാണ്, റിസൾട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മാത്രമേ ഉള്ളൂ നമ്മളെ ചെടികൾക്ക്. അപ്പോൾ 1 വീക്കിൽ 2 ടൈംസിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു 1919 യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും റൂട്ടഡ് ഡെവലപ്പായിട്ടുണ്ട് നമ്മളെ ചെടികൾക്ക്. നമ്മളെ ഹെയർ സർക്കുലേഷൻ കിട്ടാൻ ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബാസ്ഫോളിയറിൻ്റെ ഇതുണ്ടല്ലോ 1919 ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. നമ്മളെ സാധാ നോർമൽ ഫെർട്ടിലൈസർ അല്ല. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം യൂസ് ചെയ്താൽ മതി. അത് ഞാൻ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു ലിക്വിഡ് ഫോമിലാണ്. ഓർക്കിഡിന് ഒരിക്കലും നിങ്ങൾ അടിയിൽ ഇതിൻ്റെ പൗഡർ ഇട്ട് വെക്കരുത്. ഇങ്ങനെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് ആളുകളും നമ്മളെ വിളിക്കുമ്പോൾ ഇപ്പോഴും അറിയാത്തവരുണ്ട് ഓർക്കിഡിൻ്റെ കെയറിങ്ങും ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോസിൽ ഞാൻ പിന്നെയും പറയുന്നത് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നേരെ ഡയറക്റ്റായിട്ട് ഓർക്കിഡ് ചെടികളുടെ അടിയിലൊന്നും നമ്മൾ പൗഡർ രൂപേനൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അതൊക്കെ റൂട്ട് അത്രയും നോർമലാണ് നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഡെഡായി പോകാനുള്ള സാധ്യതയുള്ളൂ. വെള്ളത്തിൽ അത്രയും ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തൊലുമീനൻ്റെ പ്ലാന്റ്, നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സും ഇതൊക്കെ നമ്മൾ എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും നമ്മൾ ഈ 1919 നല്ലതാണ്. ഏത് ഏജിലുള്ള ചെടികൾക്കും ഇത് വേണം. നമ്മൾ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും ഫ്ലവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും എല്ലാത്തിനും. പിന്നെ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് ഈ ഒരു ടൈമിലുള്ള ഒരു കെയറിങ് എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ സാഫ് യൂസ് ചെയ്യണം. അത് നല്ലൊരു ഫംഗസൈഡാണ്. നിങ്ങളെടുത്ത് എന്ത് ഫംഗസൈഡ് ആണെങ്കിലും അത് യൂസ് ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ പോട്ടിങ്ങിലൊക്കെ ഒരു വൈറ്റ് ഒരു പൗഡർ പോലെ കാണും, ഒരു പൂപ്പൽ. അതിനും നമ്മൾ ചകിരി വെച്ചിട്ടുള്ള ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, പോട്ടിങ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ 15 ദിവസത്തിൽ ഒരു വട്ടം സാഫ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 1 വീക്കിൽ 2 ടൈംസിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം. 15 ദിവസത്തിൽ ഒരു വട്ടം നമ്മൾ സാഫ് യൂസ് ചെയ്യണം. ഈ ഒരു മഴക്കാലത്ത് മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ സാഫ് യൂസ് ചെയ്യണം. പിന്നെ പൂപ്പലിനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതും യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഓർക്കിഡ് ചെടികൾ ശ്രദ്ധിക്കണം. ഫെർട്ടിലൈസർ നമ്മൾ മസ്റ്റാണ്. 1 വീക്കിൽ 2 ടൈംസിൽ ഞാൻ പിന്നെയും പറയാനും. അതന്നെ നമ്മൾ ഡയലി വെള്ളം നനക്കണ്ട. ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ വെള്ളം നനച്ചിക്കണമെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം നനച്ചു. ഇന്ന് രാവിലെ വെള്ളം കൊടുത്തിക്കണമെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. മറ്റൊന്ന് നമ്മൾ വെള്ളം കൊടുക്കും. അങ്ങനെ മാറി കൊടുത്താൽ മതി. നല്ല അടുപ്പിച്ചിട്ടുള്ള മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ ഒരു മൊത്തത്തിലൊരു ഈർപ്പം തങ്ങി നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഡയലി നനക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ചകിരി വെച്ചിട്ടുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 വെള്ളം നനക്കുകയാണ് നല്ലത്. ചെടിയിലും ഈർപ്പം തങ്ങി നിൽക്കും. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കൊള്ളുന്ന ഒരു ഏരിയയിൽ വെച്ചതുകൊണ്ടാണ്. ഇതൊക്കെ മദർ പ്ലാന്റ് ആണ്, മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെടി വെച്ച പാട് നമ്മൾ സീഡിങ്സ് ഒക്കെ വെച്ച പാട് തന്നെ നിങ്ങൾ ഓപ്പൺ പ്ലേസിൽ വെക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കെയറിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 1919 വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് ഓൺലൈൻ സ്റ്റോറിലുണ്ട്. 1/2 kg പാക്കാണ്. ഒത്തിരി കാലം നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല
ഫ്ലവറിങ് പ്ലാന്റിനും അഗ്ലോണിമ, അതുപോലെ ആന്തൂറിയം, നിങ്ങളെടുത്തുള്ള ബോഗൺ വില്ലക്കൊക്കെ നമ്മളൊരു ലിക്വിഡ് ഫോമിലാക്കി നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ കൊഴിച്ചെടുത്താൽ മതി. അപ്പം വേണ്ടവർ കോണ്ടാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു 1 വീക്കിൽ 2 ടൈംസിൽ ഫെർട്ടിലൈസർ ഒരേ കണ്ടന്റ് മാത്രമല്ല, ഇന്ന് നമ്മൾ 19 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ഞായറാഴ്ചന് 19 കൊടുക്കണമെങ്കിൽ ഒരു ബുധനാഴ്ച തന്നെ നമ്മൾ കാൽസ്യം ബോറോൺ കൊടുക്കും. പിന്നെ സെക്കൻഡ് ഞായറാഴ്ച നമ്മൾ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ തന്നെ ചെറിയ പ്ലാന്റുകൾക്ക് കൊടുക്കുള്ളൂ. മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലാണ് 2 മാസം കഴിഞ്ഞതിന് ശേഷം ചെടി പൂക്കാറായിട്ടുള്ളത് നമുക്ക് തോന്നും. അപ്പം മാത്രമേ നമ്മൾ പൊട്ടാസ്യം ഇമ്പ്രൂവ് ചെയ്ത ഫെർട്ടിലൈസർ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മാറി മാറി ഓരോ കണ്ടന്റും നമ്മളെ ചെടികൾക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് കൊച്ചിൻ്റെ ശല്യം ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വൈകിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ട് വന്ന് ഒരു 7 മണി ഒരു 6 മണി ടൈമിൽ നമ്മൾ അതിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഏത് ഏരിയയിലാണ് ഇന്ന് നമ്മളെ ചെടി നശിപ്പിച്ചുള്ളത് നമുക്കൊരു കറക്റ്റ് ഒരു ധാരണ കിട്ടും. നാളെ ആ ഭാഗത്തന്നെ വന്ന് ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 2 മസ്റ്റായിട്ട് ആളെ കിട്ടും. അങ്ങനെ അത് നമ്മൾ നശിപ്പിച്ചു കൊടുക്കുക, അത്രേ അതിനുള്ള വേണ്ടിയിട്ടുള്ളതുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലൊക്കെ ഈ ഒരു മഴക്കാലത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡ് ചെടിയും ഒന്നുപോലെ ചീത്തവരെ നിങ്ങൾക്ക് കെയർ ചെയ്യണം.